ഇത് രാവിലെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ലേ. ഇന്ന് മാമൻ്റെ വീട്ടിൽ ഉത്സവം ആയതുകൊണ്ട് അങ്ങോട്ട് പോകണം. അതുകൊണ്ട് രാവിലെ ഞാൻ ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒതുക്കി. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ച്. നല്ല പൈനാപ്പിൾ കണ്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. എന്തായാലും മോശമല്ലായിരുന്നു, നല്ല രുചിയുള്ള പൈനാപ്പിളും അതിൻ്റെ കൂട്ടത്തിൽ തണ്ണിമത്തങ്ങയും മേടിച്ച് ഞാനും നന്ദു സ്കൂട്ടിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് റീലും കാര്യങ്ങളും ഒക്കെ എടുത്ത്. അവൾക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ മാസ്ക് താക്കുകയും പൊക്കുകയൊക്കെ ചെയ്യും. സ്വാഭാവികമായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സദ്യവട്ടമൊക്കെ ആയി. എന്തായാലും ഉച്ചയായപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചെന്നത്. പിന്നെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവളുമാർ രണ്ടുപേരും കൂടെ കിടക്കുവാണെങ്കിൽ നന്ദുവും കുഞ്ചിയും. പിന്നെ എല്ലാവരും വന്ന് എല്ലാവരുടെയും വിശേഷവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും സമയം ഒരു 12:30 ആവാറായി. 1 മണിയാകുമ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. ഇവിടെ ആണെങ്കിൽ നല്ല സദ്യയായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് വെളിയിൽ ഐസ്ക്രീം വണ്ടി വന്നത്. ഐസ്ക്രീം വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഐസ്ക്രീം മേടിക്കുക എന്നുള്ളതാണല്ലോ. എല്ലാവരും ചോക്കോബാർ മേടിച്ച്, ഞാൻ മാത്രം കോൺ ഐസ് മേടിച്ച്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ഇതാണ് മാമൻ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ മാമൻ പറഞ്ഞ് വീഡിയോ എങ്ങാനും വന്നു കഴിഞ്ഞാലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത്. ഇവരെല്ലാം കഴിച്ച് എണ്ണീറ്റിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ നന്ദു ആണെങ്കിൽ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ സമയത്ത് 2 മണിയൊക്കെ ആയി. 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകാമെന്ന് ഓർത്ത് മാമിയെ നൂറിനാട്ട് വിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാമിയെ നൂറിനാട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് എന്ന് വൈകുന്നേരം ആയപ്പോൾ ഓർത്ത് ഞാൻ ഒന്ന് അമ്പലത്തിൽ പോവാമെന്ന്. പിന്നെ അമ്പലത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. കണ്ടാളനടയിലാണ് പോയത്. കുറച്ച് റെസിപ്റ്റും കാര്യങ്ങളും എല്ലാം എഴുതിച്ചിട്ട് ഞാനിങ്ങനെ അമ്പലത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ്. ഈ സമാധാനം കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകണം. ഞാൻ കഴിവതും കൂടുതലും നമ്മുടെ മലയാളപ്പുഴയിലാണ് 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ആ ഡേറ്റിൽ ഏതെങ്കിലും ഒരു സമയം മലയാള മാസം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു 2 മാസം കൊണ്ട് അതങ്ങ് മുടങ്ങി കിടക്കുവാണ്. ഇനി വിഷു ഒക്കെ കഴിഞ്ഞിട്ട് വേണം എന്തായാലും അവിടോട്ട് പോകാൻ വേണ്ടി. പിന്നെ ഞാൻ റെസിപ്റ്റ് എഴുതി. ആ മാമനോട് ഞാൻ കൂവളത്ത് മാല വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതെടുക്കാനാണ് അകത്തോട്ട് കയറിയത്. പിന്നെ ഈ തിരിയും കാര്യങ്ങളും എല്ലാം തന്ന് തേങ്ങയും അത് എല്ലാ സാധനങ്ങളും നമ്മുടെ റെസിപ്റ്റിൽ പറഞ്ഞ എല്ലാം മേടിച്ചുകൊണ്ട് കൂവളത്തുമാലയായിട്ട് ഞാൻ താണ്ട നേരെ പോവാണ്. കൂവളത്തുമാല എനിക്ക് തോന്നുന്നു രാവിലത്തെയാണ്. അതുകൊണ്ട് ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഇല്ലെന്ന് തോന്നുന്നു. നേരത്തേക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇതെല്ലാം കെട്ടിക്കൊണ്ട് പോകും. ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത് കൊണ്ട് നമ്മളൊന്നും കെട്ടിക്കൊണ്ട് പോകാൻ നിൽക്കത്തില്ല. പക്ഷേ മലയാളപ്പുഴയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാല ഞാൻ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. കാരണം അവിടെ നമ്മുടെ കൈ കൊണ്ട് കെട്ടിക്കൊടുക്കുന്ന മാല കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തി സമാധാനമൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ നേരെ അവിടെ പോയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോവാണ്. ഇവിടുന്ന് നേരെ നമ്മുടെ റേഷൻ കടയിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ 6:30 ആയി. 7 മണി വരെയുള്ള റേഷൻ കട. അരമണിക്കൂറിനകത്ത് റേഷൻ കടയിലെത്തി. അവിടെ ആണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ പോയിടത്തെങ്കിലും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നേ. വെള്ളേരി മാത്രമേ മേടിച്ചിട്ടുള്ളൂ. നമ്മുടെ പോത്തും കുഞ്ഞിനും കൊടുക്കാൻ അവനുള്ള സാധനങ്ങളും മേടിച്ചുകൊണ്ട് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു. ഇനി ഇവിടുന്ന് വീട്ടിലോട്ട് പോകണം. അവിടെയാണ് അവനെ. അപ്പോൾ അവനുള്ള സാധനങ്ങളുമായിട്ട് പോകണം. അപ്പോൾ അണ്ണൻ നിന്ന് കോവയ്ക്ക പിച്ചിക്കൊണ്ടിരിക്കുകയാണ് അവന് കൊടുക്കാൻ വേണ്ടി. പഴുത്ത കോവയ്ക്കൊക്കെ പൂത്ത് തിന്നും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പഴുത്ത കോവയ്ക്കൊക്കെ മേടിച്ച് പിന്നെ ഞാനൊന്ന് ബേക്കറി കയറി കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി. നന്ദപ്പനാണെങ്കിൽ ഈ പ്രാവശ്യം മുട്ടായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കുറച്ച് മുട്ടായി 2 ചിപ്സും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആപ്പിൾ ഫീസ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും മേടിച്ചു. അത് പിന്നെ മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ നമ്മൾ സാധനം മേടിക്കണം. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ ഈ കമ്പുമുട്ടായി ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് കമ്പുമുട്ടായി ഈ കാണുന്ന മുട്ടായൊക്കെ ഉള്ളു. കൊച്ചെ നീ മേടിച്ചുകൊണ്ട് പോകുമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പം പിന്നെ ഒരു 10 മുട്ടായി മേടിച്ചുകൊണ്ട് 2 ടൈപ്പിൽ 5 മേടിച്ചാലല്ലേ എനിക്ക് നന്ദുവിനും കറക്റ്റ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ഞങ്ങൾ നേരെ ചായക്കടയിലോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു തലവേദന തലവെട്ടിപ്പൊളക്കുന്നു, പെട്ടെന്ന് എനിക്ക് ചായ വേണമെന്ന്. അപ്പം വീട്ടിൽ ചെന്നിട്ട് ഇടാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് പോകുന്നു. ക്ഷമയില്ലാത്തതുകൊണ്ടല്ല, ചായക്കടയിൽ ചെന്നിട്ട് ചായ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേകത വൈബാണെന്ന് പറഞ്ഞു. അപ്പോൾ ചായക്കട വരെ പോകാനുള്ള പെട്രോളിന് പകരം നമ്മൾ പെട്രോൾ പമ്പിൽ ആദ്യം കയറി പെട്രോൾ അടിച്ചിട്ട് ചായക്കടയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു ചായ കുടിച്ചിട്ട് നമുക്ക് പെട്രോൾ അടിച്ചാൽ പോരെ, ഇവിടെ താമസം വരുമെന്ന്. കേട്ടില്ല. ഈ കണ്ട വണ്ടികൾ മൊത്തം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അത്ര തിരക്കായിരുന്നു. നമ്മൾ ആദ്യം കണ്ട പമ്പിൽ കയറാതെ ഇവിടെ വന്നതിൻ്റെ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല കടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ മടക്കിനോടൊരു പ്രത്യേകത സ്നേഹമുള്ളതുകൊണ്ട് പിന്നെ മടക്ക് തന്നെ മേടിച്ച് മടക്കി കഴിക്കാൻ ഭയങ്കര രുചിയാണ് മടക്കിന്, അതും ചായയോടൊപ്പം. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വാളമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ, ആറ്റുവാള. അതെല്ലാം വെട്ടി എന്തായാലും മീൻ വറക്കാനായിട്ട് അങ്ങോട്ട് തീ കത്തിച്ച് നമ്മുടെ കല്ലയിലോട്ടിട്ട് ഇനി ഈ വാള അവിടെ കിടന്ന് വെന്ത് മൊരിഞ്ഞ് വരട്ടെന്ന് വിചാരിച്ച തീ അങ്ങോട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മൊരിയാൻ വേണ്ടി. വാള കിട്ടിയാൽ വറക്കാതിരിക്കാൻ മറക്കരുത്, ഒരു മസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ വാള കുട്ടി ഒരു പിടി പിടിച്ചിട്ട് വരാം.